അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സമസ്തയിലെ ഷജറയും തണ്ടാസിലെ ഒച്ചയനക്കലും എന്നതാണ് നമ്മുടെ വിഷയം. ഷജറ എന്ന പദത്തിൻ്റെ അർത്ഥം മരം എന്നാണ്. ഇപ്പോൾ സമസ്തയിൽ ഉളവായിട്ടുള്ള ഷജറ പ്രശ്നത്തെക്കുറിച്ച് ഗ്രോക്ക് എന്ന AI ആപ്ലിക്കേഷനിൽ നമ്മൾ പരതിയാൽ അവർ തരുന്ന മറുപടി ഈ ഷജറകൾ പോലും ഉദ്ദേശിക്കാത്തത്ര ഉദാത്തമായ വിധാനത്തിലുള്ള വിശദീകരണമാണ് ഗ്രോക്ക് നൽകുന്നത്. അതായത് ഷജറ എന്നുള്ളത് ഒരു സൂഫി ടേമാണ്. അത് ആധ്യാത്മികമായ ഉദാത്തമായ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള പരികൽപ്പനയാണ് ഷജറ എന്നൊക്കെയാണ് ഗ്രോക്ക് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഏതായാലും നമുക്ക് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയുക. ഈ ഷജറ എന്നതിൽ നിന്ന് മുസ്തഖായ ഒരു ഫിഅലാണ്. സാധാരണഗതിയിൽ ജാമിദ ഇസ്മുകളിൽ നിന്ന് ഇഷ്തിഖാഖ് ഇല്ലെങ്കിലും വളരെ നാദിറായിട്ട്, വളരെ അസാധാരണമായിട്ട് ഇഷ്തിഖാഖ് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിൽപ്പെട്ടതാണ് തശാജറൽ ഖൗമു. തശാജറൽ ഖൗമു എന്ന് പറഞ്ഞാൽ തനാസഉ വസ്തബക്കു, ജനങ്ങൾ പരസ്പരം ഷജറയായി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പരസ്പരം കച്ചറയായി, പിണക്കമായി, തമ്മിത്തല്ലായി, വഴക്കായി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ എന്ന് പറഞ്ഞാൽ 1989 സമസ്തയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് സമസ്തയിൽ നിന്ന് മുസ്ലിം ലീഗ് വിരുദ്ധരായ സുന്നി ഉലമാക്കൾ, അവരെ പിന്തുണയ്ക്കുന്ന അനുയായികൾ പുറത്തു വന്ന് മറ്റൊരു സംഘടനയുണ്ടാക്കി അവർ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതിനു ശേഷവും പല പല കാരണങ്ങളാൽ ഈ നീണ്ട വർഷങ്ങൾക്കിടയിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് വിരുദ്ധമായ മനോഭാവം പല സുന്നി പണ്ഡിതന്മാർക്കിടയിലും സമസ്തയിലെ പണ്ഡിതന്മാർക്കിടയിലും അവരിലെ പ്രവർത്തകർക്കിടയിലും ഉണ്ടായി. കഴിഞ്ഞ ഇലക്ഷനിൽ അങ്ങനെ ഹംസ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകാൻ ഇടയായ സാഹചര്യവും, അതുപോലെ സമസ്തയിലെ തന്നെ ചില മുശാവറ മെമ്പർമാരുടെ പ്രസ്താവനകളും അതിനെ ചൊല്ലി ഉണ്ടായ വിവാദങ്ങളും എല്ലാം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പൊ ചുരുക്കത്തിൽ ഈ 1989 ശേഷവും മുസ്ലിം ലീഗിൽ ഉറഞ്ഞുകൂടിയ മുസ്ലിം ലീഗ് വിരുദ്ധ ഘടകങ്ങൾക്ക് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോകുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു ഒരു ഒച്ചയനക്കലാണ് ഈ ഷജറ എന്ന് പറയുന്ന പ്രതിഭാസം. നമ്മുടെ ഫിഖ്ഹിൽ ഈ മൂത്രം ഒഴിച്ചതിന് ശേഷം ഇസ്തിബ്ര ചെയ്യുന്നതിനെ കുറിച്ച് ചിലയിടങ്ങളിൽ നമുക്കൊരു പരാമർശം കാണാം. വയുസ്തഹബ്ബു തനഹ്നുഹു, ഒച്ച അനക്കലും നല്ലതായി കാണപ്പെടും. വൽ മശിയു, നടക്കലും. ആഹിദൻ ഖലീബഹു, അവൻ തന്റെ ഇന്നതിനെ പിടിച്ചവനായ നിലയിൽ. ലിയഖ്റുജ മാ ബഖിയ മിനൽ ബൗലി, മൂത്രത്തിൽ നിന്നും അവശേഷിച്ചതെന്തോ അത് പുറത്തേക്ക് പോകാൻ വേണ്ടി. ഫി മജ്റാഹു, ആ മൂത്രക്കുഴലുകളിൽ. അപ്പോ മൂത്രമൊഴിച്ചതിന് ശേഷം മൂത്രക്കുഴലുകളിൽ അവശേഷിക്കുന്ന മൂത്രത്തിന്റെ അംശം ആ യൂറിനറി ട്രാക്റ്റിൽ നിന്ന്, ആ മജ്റൽ ബൗലിൽ നിന്ന്, ആ മസാലിക്കുൽ ബൗലിൽ നിന്ന് പുറത്തേക്ക് പോയി പൂർണ്ണമായും മൂത്രവിമുക്തമാകുന്നതിന് വേണ്ടി ഒച്ചയനക്കലും ഖലീബിനെ പിടിച്ചവനായ നിലയിൽ കുറച്ച് നടക്കലും നല്ലതാണ് എന്ന് ചില കിതാബുകളിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഒച്ചയനക്കലാണ് ഇപ്പൊ സമസ്തയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സമസ്തയിൽ അവശേഷിക്കുന്ന ലീഗ് വിരുദ്ധര്, അവർക്ക് സമസ്തയിൽ അവശേഷിക്കുന്ന മുസ്ലിം ലീഗ് വിരുദ്ധർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഒരു ഒച്ചയനക്കൽ വേണം. തനഹ്നുഹ്. അപ്പോ ഇവിടെ മൂത്രപ്പേരയിൽ ഒച്ചയനക്കിയാൽ പുറത്തേക്ക് പോകുന്നത്, ഇവിടെ ഒച്ചയനക്കിയാൽ പുറത്തേക്ക് പോകുന്നത്, ആ മുശബ്ബഹും മുശബ്ബഹ് ബിഹിം തശ്ബീഹിന്റെ വജ്ഹും എല്ലാം നിങ്ങൾ കിതാബ് അറിയാവുന്ന ആളുകൾ, ബലാഗ പഠിച്ച ആളുകൾ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളും.
അതായത് നഹനഹയുടെ തഫഅലല ബാബ് തനഹനഹ യത്തനഹനഹു തനഹനഹ യത്തനഹനഹു തനഹനുഹൻ, അത് സർഫാക്കിയാൽ തന്നെ ശരിക്കും ഇസ്തിബ്ര പൂർണ്ണമാവും. ആ പൂർത്തിയാക്കലാണ് ഐക്യ പ്രഹസനങ്ങളുടെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് ഉന്മാദത്തോടു കൂടി പാടാതിരിക്കാൻ കഴിയില്ല ആ സ്വാഗതഗാനം. ഏത് സ്വാഗതഗാനമാണെന്നറിയാമോ? ഐക്യത്തിൻ മധുരത്തിൽ സുന്നികൾ വളരണ കാണുവാൻ, ഐക്യത്തിൻ മധുരത്തിൽ സുന്നികൾ വളരണ കാണുവാൻ, പുളകം കൊള്ളും ഈ സദസ്സിന് ഹൃദയം നിറയെ സ്വാഗതം, ഹൃദയം നിറയെ സ്വാഗതം എന്ന് നമ്മൾ പാടുകയാണ്. അപ്പൊ ഈ കൂട്ടത്തില് നമ്മുടെ ദക്ഷിണക്കാരായ ചില ആളുകൾ, മുഴുവൻ ദക്ഷിണക്കാരുമല്ല, ബഅ്ളും മിനൽ ജനൂബിയീൻ, ദക്ഷിണക്കാരിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു ബഅ്ള്, കുറച്ച് ആളുകളും ഈ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. കാരണം അവരുടെ നിയ്യത്ത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ദക്ഷിണയുടെ ഉലമാക്കൾക്ക് സമാധാനമായിട്ട് മരിക്കണം. മരണത്തിന്റെ ശേഷം ഇവിടുന്ന് സുന്നിസത്തിന്റെ പേരിലുള്ള അലോസരങ്ങളൊന്നും ഉണ്ടാകരുത്. ദക്ഷിണയുടെ പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും ഒരു ആലിമ് മരിച്ചാൽ ഉടനെ തന്നെ ഫേസ്ബുക്കിൽ വടക്കൻ സുന്നികൾ പോസ്റ്റ് ഇടും, അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ കൊള്ളൂല, കാരണം ബിദ്അത്തുകാരായ തബ്ലീഗുകാരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ദക്ഷിണയുടെ അമരക്കാരനാണ് മരിച്ചിട്ടുള്ളത് എന്ന് ഒരു വടക്കൻ സുന്നിയോ അല്ലെങ്കിൽ വടക്കൻ സുന്നികളോട് മുൽഹക്കായിട്ടുള്ള തെക്കൻ സുന്നികളോ പോസ്റ്റ് ഇടും. അപ്പൊ ഈ ഒരു ദുർവിധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബഅ്ളും മിനൽ ജനൂബിയീന, ദക്ഷിണക്കാരിൽപ്പെട്ടതായിരിക്കുന്ന ചിലരും ഇതിന്റെ കൂടെ ഐക്യ ജോറിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ, ഐക്യ ജോറിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ എന്ന് പറഞ്ഞ് കൂടെ കൂടിയിട്ടുള്ളത്. ഏതായാലും എല്ലാവരുടെയും ഐക്യം മംഗളകരമായിരിക്കട്ടെ, ശുഭകരമായിരിക്കട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. എന്നും ഞാൻ കാണും കീനാക്കളെല്ലാം ഐക്യത്തെ കുറിച്ചുള്ളതായിരുന്നു.